ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വെറൈറ്റി കൂട്ടാൻ വെച്ചാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തത് നമ്മുടെ പച്ചക്കായ. അപ്പോൾ പച്ചക്കായ തോരൻ പച്ചക്കായ തോരനും ചെറുപയറൂടുള്ളത് ഞാൻ വീഡിയോ ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതിവിടെ ചെയ്യുവാണ്. പച്ചക്കായ മെഴുക്ക് പുരട്ടി. ഇത് നമ്മൾ അരിയുമ്പോൾ ഇന്നലെ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊലി നന്നായിട്ടൊന്ന് ചീകിയെടുക്കണം. എടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് കീറി, നീളത്തിൽ കീറിയിട്ട് ഇങ്ങനെ നൈസായിട്ട് അരിയണം. കണ്ടോ, തോരൻ അരിയുന്ന പോലെയല്ല, വളരെ നൈസായിട്ട് അരിയണം. അരിഞ്ഞിട്ട് ഉടനെ നമ്മൾ വെള്ളത്തിലിടണം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കറയും പോവും, പിന്നെ ഈ പുറത്ത് വെച്ചിരുന്ന കറുത്തും പോവും. അപ്പോൾ ഇത് രണ്ടും തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞ ഉടനെ വെള്ളത്തിൽ അങ്ങിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം വെള്ളത്തിൽ അങ്ങിട്ട് വെച്ച് ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിനെടുത്ത് എടുത്താൽ മതി. അപ്പോൾ അത് മനസ്സിലായേ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 കായാണ് എടുത്തത്. 3 കായ എടുത്ത് ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട്. ഇനി നമുക്ക് എടുത്തത് ഞാൻ ഒരു വലിയ സവാളയാണ്. അതും വളരെ നൈസായിട്ട് അരിഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് ഇടുക. പിന്നെ നമ്മുടെ കറിവേപ്പിലയാണെങ്കിൽ എന്ത് രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില. ഞാൻ കറിവേപ്പില എത്രത്തോളം കറിയിലുള്ള ചേർക്കാം അത്രത്തോളം ഞാൻ ചേർക്കും. അത് ഞാൻ ഫ്രഷ് കറിവേപ്പില പറിച്ച് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ചേരുവെന്ന് പറയുന്നത് ചില്ലി ഫ്ലേക്സ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ ടേസ്റ്റും അതൊരു ഭംഗിയില്ലേ, അതും കാണാം, പ്രത്യേക രുചിയും കൂടും കേട്ടോ. അപ്പം ഞാൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. നമ്മുടെ 6 വറ്റൽമുളക് എടുത്ത് വറുത്തിട്ട് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കുന്നതാണ് സാധനം. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ 6 മുളക് എടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എരിക്കനുസരിച്ച് എടുക്കാം. അപ്പോൾ അത്ര എടുത്തു. ഇനി ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഉള്ളൂ ചേർക്കാൻ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി, എണ്ണയൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കടുക് ഇടേണ്ടവർക്ക് കടുക് ഇടാം. ഞാൻ കടുക് ഇടുന്നില്ല. കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് സവാളയും ഇടാം. ഇത് നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമുക്ക് ഈ ഉപ്പൂടെ ഇടുമ്പോൾ അങ്ങ് പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇത് നമുക്കൊരു ഗോൾഡൻ കളറിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കായ്ക്ക് വലിയ വേവില്ല കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റിയില്ലെങ്കിൽ നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ടാണ് നൈസായിട്ട് ഉള്ളി അരിയണം എന്ന് പറയുന്നത്. കായും കട്ടി കുറച്ച് നമ്മൾ അരിഞ്ഞേക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം ഗോൾഡൻ കളറായി വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ, നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ആഡ് ചെയ്യുക. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയ ഉള്ളിയിലോട്ടൊക്കെ ഒന്ന് ഈ മസാലയൊക്കെ ഇവിടെ ഈ ചില്ലി ഫ്ലേക്സിന് ഇതിൻ്റെ നമ്മൾ പച്ചമുളക് ഇട്ടില്ലല്ലോ, ഇതാണ് ഇതിൻ്റെ എരി. ഇനി നമുക്ക് എന്തോ ചെയ്യണം അറിയോ, കായ എടുത്തിടുക. നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും അതിന് കളർ ചേഞ്ച് ആയിട്ടില്ലല്ലോ. അതേസമയം നമ്മൾ വെള്ളത്തിലിടാതെ ഇടുമെങ്കിൽ കറുത്ത് ഇരുന്നേനെ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി ഇട്ട് ഇത് നമ്മൾ ചെറിയ തീയിൽ ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണമെന്നേ ഉള്ളൂ. അപ്പം അടച്ചിട്ടാലും മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടി ഏകദേശം ഫൈനൽ റൗണ്ടിലേക്കായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടിരുന്ന് ഒട്ടും വേറെ എണ്ണ ചേർത്തില്ല, വെള്ളം ചേർത്തില്ല. ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ബാക്കി സമയം അടച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പം നല്ലതുപോലെ നല്ല വെന്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എണ്ണയെല്ലാം ഇന്നത്തെ നമ്മൾ ആദ്യം ഒഴിച്ച 1-1.5 സ്പൂൺ എണ്ണയുള്ളായിരുന്നു, അതെല്ലാം വറ്റി നല്ല കറക്റ്റായി. കണ്ട ഉള്ളി നമ്മൾ ആദ്യമേ ഇട്ടുകൊണ്ട് ഉള്ളി നല്ല വാടി കഴിഞ്ഞിട്ടാണ് ഈ കായ ഇട്ടത്. അപ്പോൾ കായ നല്ലതുപോലെ വാടി നമുക്ക് സർവ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കായ മെഴുക്ക് പുരട്ടി, പച്ചക്കായ മെഴുക്ക് പുരട്ടി റെഡിയായി. ഞാൻ അങ്ങനെ സെർവ് ചെയ്തു. കണ്ട് പ്ലേറ്റിലൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ അല്ലേ. കഴിക്കാനും അതേ ടേസ്റ്റാണ്.
നിങ്ങളിത് വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. മിക്കവരും പച്ചക്കായ തോരനായിരിക്കും വെക്കുന്നത്. ഞാനും അതായിരുന്നു. പക്ഷേ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ ആരാധികയായി മാറി. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.